ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡിൻ്റെ മീനിങ്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ്, ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് നോക്കാം. എ ക്രെഡിറ്റ് കാർഡ് ഈസ് എ പേയ്മെൻറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് അലോ ബോറോ മണി ടു മേക്ക് പർച്ചേസ് ഓർ വിഡ്രോ ക്യാഷ്. അതായത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ബാങ്കുകളോ ക്രെഡിറ്റ് യൂണിയനുകളോ ഉപഭോക്താവിന് അനുവദിച്ച് നൽകുന്ന പേയ്മെൻറ്റ് കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡുകൾ. അടുത്ത നമുക്ക് ടേംസ് റിലേറ്റഡ് വിത്ത് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് നോക്കാം. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് ലിമിറ്റ്. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ദാറ്റ് എ പേഴ്സൺ ക്യാൻ സ്പെൻഡ് ഓൺ ദെയർ കാർഡ് സെറ്റ് ബൈ ദ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ. അതായത് ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പിൻവലിക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ടാണ് ക്രെഡിറ്റ് ലിമിറ്റ്. അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവർ ആയിരിക്കും. സെക്കൻഡ് ടൈം ക്രെഡിറ്റ് സ്കോറാണ്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പേഴ്സൺസ് ക്രെഡിറ്റ് വർത്തിനെസ് ബേസ്ഡ് ഓൺ ദെയർ ക്രെഡിറ്റ് ഹിസ്റ്ററി ടു റേഞ്ച് ഫ്രം 300 to 900. ഒരാളുടെ ക്രെഡിറ്റ് വർത്തിനെസ് റെപ്രസെൻ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണ് ക്രെഡിറ്റ് സ്കോർ. ഒരു വ്യക്തിയുടെ ജോലി, ശമ്പളം, മുൻകാല തിരിച്ചടവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ ആ വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് 300 മുതൽ 900 വരെയുള്ള ഒരു നമ്പറാണ്. ഇത്രയാണ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ്, ഡെബിറ്റ് കാർഡ് ഡ്രോ ഡയറക്റ്റ്ലി ഫ്രം യുവർ അക്കൗണ്ട് ബാലൻസ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണമാണ് നമ്മൾ ഡെബിറ്റ് കാർഡിൽ പിൻവലിക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ബോറോസ് മണി ഫ്രം ദ ഇഷ്യൂവർ. ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ഇഷ്യൂവറിൽ നിന്നും പണം ബോറോ ചെയ്യുന്നു. ഡെബിറ്റ് കാർഡിൽ നോ ക്രെഡിറ്റ് ലിമിറ്റ്. ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഒന്നും ഡെബിറ്റ് കാർഡിലില്ല. ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഹാസ് എ ക്രെഡിറ്റ് ലിമിറ്റ്. ഇനി അടുത്ത ഡിഫറൻസ്, ദർ ഈസ് നോ ബിൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ബില്ലോ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും ഡെബിറ്റ് കാർഡിൽ ഇല്ല. എ ബിൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഈച്ച് മന്ത് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് യു ഹാവ് മെയ്ഡ്. അതായത് ക്രെഡിറ്റ് കാർഡാണെങ്കിൽ നമ്മൾ ഓരോ മാസവും നടത്തിയ ട്രാൻസാക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂവർ പ്രൊവൈഡ് ചെയ്യും. അടുത്ത ഡിഫറൻസ്, ആക്സസ് എനി എമൗണ്ട് അപ് ടു വാട്ട് ഈസ് കറൻ്റ്ലി അവൈലബിൾ ഇൻ സേവിങ് ഓർ കറൻറ്റ് അക്കൗണ്ട്. ഡെബിറ്റ് കാർഡിൽ നമ്മളുടെ സേവിങ് ഓർ കറൻറ്റ് അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അത്രയും നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ക്രെഡിറ്റ് കാർഡ് ആക്സസ് എനി എമൗണ്ട് ഓൺലി അപ് ടു ദ ക്രെഡിറ്റ് ലിമിറ്റ്. അതായത് ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അതുവരെ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത ഡിഫറൻസ്, ദർ ഈസ് നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ്. എന്ന് വെച്ചാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന പൈസയുടെ മുകളിൽ യാതൊരുവിധ ഇൻട്രസ്റ്റും ഡെബിറ്റ് കാർഡിലാണെങ്കിൽ ചാർജ് ചെയ്യുന്നില്ല. ഇനി ക്രെഡിറ്റ് കാർഡാണെങ്കിൽ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഇഫ് ഇറ്റ് ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ബൈ ദ ഡ്യൂ ഡേറ്റ്. ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ ബോറോ ചെയ്ത മണി ഡ്യൂ ഡേറ്റിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ചാർജ് ചെയ്യും. അടുത്ത ഡിഫറൻസ്, ഡെബിറ്റ് കാർഡിൽ ഇറ്റ് ഓഫേഴ്സ് ഫ്യൂവർ റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ഡെബിറ്റ് കാർഡ് കുറച്ച് റിവാർഡ്സും ബെനിഫിറ്റ്സും മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് മോർ റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ക്രെഡിറ്റ് കാർഡ് കുറേ അധികം റിവാർഡ്സും ബെനിഫിറ്റ്സും ഓഫർ ചെയ്യുന്നു. ഇത്രയാണ് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രെഡിറ്റ് കാർഡിലെ പാർട്ടീസ് ആരൊക്കെയാണെന്നാണ്. ക്രെഡിറ്റ് കാർഡിൽ മെയിനായിട്ട് 3 പാർട്ടീസാണുള്ളത്: ഇഷ്യൂവർ, കാർഡ് ഹോൾഡേഴ്സ്, മെമ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. ഫസ്റ്റ്, ഇഷ്യൂവർ, ദ ബാങ്ക് ഓർ അതർ കാർഡ് ഇഷ്യൂയിങ് ഓർഗനൈസേഷൻ ഹു ഇഷ്യൂ ദ ക്രെഡിറ്റ് കാർഡ്സ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇഷ്യൂവർ. നെക്സ്റ്റ്, കാർഡ് ഹോൾഡേഴ്സ്, ഇൻഡിവിജ്വൽസ്, കോർപ്പറേറ്റീവ് ബോഡീസ്, നോൺ കോർപ്പറേറ്റീവ് ബോഡീസ് ഹു യൂസ് ദ ക്രെഡിറ്റ് കാർഡ്സ്. അതായത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പാർട്ടീസിനെയാണ് കാർഡ് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മെമ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഷോപ്സ് ആൻഡ് സർവീസ് പ്രൊവൈഡർ എൻലിസ്റ്റഡ് ബൈ ക്രെഡിറ്റ് കാർഡ് issuer who accept credit cards. The member establishment may be a business enterprise dealing in goods and services such as retail outlets, departmental stores, restaurants, hotels, hospitals, travel agencies, etc. അതായത് കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് മെമ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ക്രെഡിറ്റ് കാർഡിലെ പാർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ് വൺ, കൺവീനിയൻസ്.
അതായത് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിൽ ക്യാഷ് ക്യാരി ചെയ്യേണ്ടി വരുന്നില്ല, പകരം ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ മതി. അതാണ് കൺവീനിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ലക്ഷറി ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് പണം വേണ്ട ഘട്ടത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ കൃത്യമായിട്ട് ആ ആവശ്യം നിറവേറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. 45 മുതൽ 50 ഡേയ്സ് വരെ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും ബാങ്ക് ഇതിൻ്റെ മുകളിൽ ഈടാക്കുന്നില്ല. ഇനി അടുത്തത് ഓഫർ റിവാർഡ്സ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് റിവാർഡ്സും ക്യാഷ് ബാക്കും ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ എയർപോർട്ടിൽ പോകുമ്പോൾ VIP ലോഞ്ചുകളിൽ ആക്സസ് കിട്ടും. അതുപോലെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് മൂവി ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഒരുപാട് റിവാർഡ്സ് ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്തത് ബിൽഡ് ക്രെഡിറ്റ് സ്കോർ. ഇപ്പോൾ നമ്മൾ വിഡ്രോ ചെയ്ത ക്യാഷ് കൃത്യമായിട്ട് തിരിച്ചടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. അതുവഴി ഫ്യൂച്ചറിൽ ബാങ്കിൽ നിന്നും മറ്റിതര ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പെട്ടെന്ന് ലോൺ കിട്ടാൻ സഹായിക്കുന്നു. അടുത്തത് ഫ്രോഡ് പ്രൊട്ടക്ഷൻ. ഡെബിറ്റ് കാർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് കൂടുതൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻസ് നടന്നാൽ ബാങ്ക് കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും ക്യാഷ് റിക്കവർ ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഫസ്റ്റ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ വിഡ്രോ ചെയ്ത ക്യാഷ് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ് ബാങ്ക് ചാർജ് ചെയ്യുന്നത്. അത് ബാങ്ക് സാധാരണ ഒരു ലോണിൻ്റെ മുകളിൽ ഈടാക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. ഇനി അടുത്തത് ഫീസാണ്. അതായത് ആനുവൽ മെയിൻ്റനൻസ് ഫീസ്, ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് തുടങ്ങിയ ഫീസുകളും ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡിന് മുകളിൽ ഈടാക്കുന്നു. അടുത്തത് ഇമ്പാക്റ്റ് ഓൺ ക്രെഡിറ്റ് സ്കോർ. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ നല്ല ഉപയോഗം ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ കാരണമാകുന്നു. എന്നാൽ ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓവറായി ക്യാഷ് വിഡ്രോ ചെയ്യുക, കൃത്യസമയത്ത് അടയ്ക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനും കാരണമാകുന്നു. ഇത്രയാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ നമ്മളിന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ മീനിങ്, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും തമ്മിലുള്ള ഡിഫറൻസ്, ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.